ചങ്ങന്മാരെ ഒറ്റ ദിവസം കൊണ്ട് കുറഞ്ഞ ചിലവിൽ എറണാകുളം ടൂറൊന്ന് പ്ലാൻ ചെയ്താലോ? നമ്മൾക്ക് മെട്രോയിൽ കയറാം, വാട്ടർ മെട്രോയിൽ കയറാം, അതേപോലെ തന്നെ ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, ജൂസ് സ്ട്രീറ്റ് അങ്ങനെ എല്ലാ സ്ഥലത്തും നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ ഫുൾ കറങ്ങാം. അവിടെയൊക്കെ നമുക്ക് കാണണം, എങ്ങനെ ടൂർ പ്ലാൻ ചെയ്യണം, ഒരു ദിവസം കൊണ്ട് കൊച്ചി എങ്ങനെ ഫുൾ കവർ ചെയ്യുക. വാട്ടർ മെട്രോ മാത്രമല്ല ജങ്കാർ, അതേപോലെ വല്ലാപ്പാറം ടെർമിനൽ, അതേ ഫോർട്ട് കൊച്ചി ഫുൾ കവർ ചെയ്യാം. മ്യൂസിയങ്ങൾ, മട്ടാഞ്ചേരി കൊട്ടാരം എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നെഹ്റു പാർക്ക്, അതേപോലെ തന്നെ ചീനവലയൊക്കെ കാണാം, മറൈൻ ഡ്രൈവ്, പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ലുലു മാളൊന്ന് കാണണം. കുറേ ഐറ്റംസ് ഫുഡൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ സുഭാഷ് പാർക്ക്, അതിന് നേരെ ഓപ്പോസിറ്റുള്ള മഹാരാജാസ് കോളേജ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ആദ്യമായി നമ്മൾ എത്തേണ്ടത് വാട്ടർ മെട്രോ കയറാനാണ്. വാട്ടർ മെട്രോ അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അതായത് അവിടെ നമുക്ക് ദാഹിച്ച് വരയുകയാണെങ്കിൽ പല ഐറ്റംസ് കുടിക്കാനുള്ള പാനീയങ്ങളൊക്കെ ഉണ്ട്. ഹായ് ഗൈസ്, ഇതാണ് നമ്മളെ കൊച്ചിയിലെ വാട്ടർ മെട്രോ, ഹൈക്കോർട്ട് വാട്ടർ മെട്രോ എന്ന് പറയട്ടോ. ഇതായി കാണുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് വാട്ടർ മെട്രോ ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ വാട്ടർ മെട്രോ ഒക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഈ കാണുന്നതാണ് വാട്ടർ മെട്രോ. ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ വാട്ടർ മെട്രോയിൽ കയറി യാത്ര ചെയ്യണം. പിന്നെ സാധാ ബോട്ടുണ്ട് കേട്ടോ ഇവിടെ. ഇത് വാട്ടർ മെട്രോ ഇല്ല, സാധാ ബോട്ടാണ്, അതും ഇവിടെ ഉണ്ട്. പിന്നെ വാട്ടർ മെട്രോ നമുക്കിവിടെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ ട്രെയിനിലൊക്കെ വരികയാണെങ്കിൽ എറണാകുളം നോർത്തിൽ ഇറങ്ങിയാൽ മതി. എന്നിട്ട് അവിടുന്ന് ബസ് പിടിച്ച് വരാം, അല്ലെങ്കിൽ ഓട്ടോ വിളിച്ചൊക്കെ വരാം. വലിയൊന്നുമില്ല, 2-3 കിലോമീറ്റർ ഉള്ളൂ. അതേപോലെ തന്നെ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനാണ് ഇതിൻ്റെ പേര്. ഇന്നിപ്പോൾ ഇവിടെ തിരക്കൊന്നും കാണില്ല കേട്ടോ. ഇവിടെ വാട്ടർ മെട്രോൻ്റെ ഉള്ളിൽ ഈ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഹൈക്കോർട്ടല്ല, കൊച്ചി വാട്ടർ മെട്രോൻ്റെ സ്റ്റേഷന് പറയുന്ന പേരാണ്. അപ്പോൾ നിങ്ങൾ ബസ്സൊക്കെ കയറി അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ വരികയാണെങ്കിൽ വാട്ടർ മെട്രോ ഹൈക്കോർട്ട് എന്ന് പറഞ്ഞാൽ മതി. വാട്ടർ മെട്രോ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനത്തെ സ്റ്റോപ്പില്ല. ഹൈക്കോർട്ട് പറഞ്ഞ സ്റ്റോപ്പാണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മൾ സാധാ ഹൈക്കോടതി അല്ല കേട്ടോ ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുൻവശം കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഇതിൻ്റെ സ്റ്റേഷന്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിച്ച് നോക്കാം. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ എങ്ങനെ നോക്കട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കിതാ ഇതിൽ കൂടെ പോകണം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലേ. ഹൈ ഗൈസ്, അപ്പോൾ ഇതാണ് വാട്ടർ മെട്രോൻ്റെ ടിക്കറ്റ് കേട്ടോ. 30 രൂപയാണ് വൈപ്പിൻക്കാണ് ഇപ്പോൾ ടിക്കറ്റ് എടുത്തത്. ആദ്യം നമുക്ക് പോകേണ്ടത് ഫോർട്ട് കൊച്ചിക്കാണ്. ഫോർട്ട് കൊച്ചിക്ക് പോകുമ്പോൾ വൈപ്പിൻക്ക് ടിക്കറ്റ് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആ വൈപ്പിൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ജങ്കാറിൽ ഫോർട്ട് കൊച്ചിക്ക് പോകാം. വെറും 3 രൂപയുള്ളൂ ഒരാൾക്ക്. അപ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആവില്ലേ നമുക്ക്. പിന്നെ വൈപ്പിൽ ഇറങ്ങി ജങ്കാർ വഴി ഫോർട്ട് കൊച്ചിക്ക് പോകണ്ട എന്നുള്ളവർക്ക് എന്താ ചെയ്യേണ്ടത്, നേരെ ഹൈക്കോർട്ടിൽ നിന്ന് തന്നെ ഫോർട്ട് കൊച്ചിക്ക് നേരെ ഡയറക്റ്റ് വാട്ടർ മെട്രോ ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആവുമല്ലോ. ഒരു ജങ്കാറിലൂടെ നമുക്ക് കയറാമല്ലോ. വാട്ടർ മെട്രോയിൽ നമ്മൾ കുറച്ച് സഞ്ചരിച്ച് പിന്നെ ജങ്കാർ പോകുമ്പോൾ ഒന്നുകൂടി നമുക്ക് നല്ലൊരു ഫീൽ ആവുമല്ലോ, ബെറ്റർ ഫീൽ, വേറൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ. അങ്ങനെ വേണ്ടവർ അങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോർട്ട് കൊച്ചിക്ക് എടുക്കേണ്ടവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതേമാതിരി ഇപ്പുറത്ത് വേറെ വാട്ടർ മെട്രോ ഉണ്ട് കേട്ടോ. അത് ഫോർട്ട് കൊച്ചിക്ക് പോകാനുള്ള വാട്ടർ മെട്രോ ആണ്. ഇതാണ് നമുക്ക് പോകേണ്ട വൈപ്പിനിക്ക് പോകാനുള്ള വാട്ടർ മെട്രോ. അപ്പോൾ നമ്മൾ ഇതിൽ കയറാം. ഇതാണ് വാട്ടർ മെട്രോൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. നല്ല AC കാര്യങ്ങൾ, നല്ല സുഖമുണ്ട്. ഹായ് ഗൈസ്, ഇപ്പോൾ കണ്ടില്ല നമ്മൾ വാട്ടർ മെട്രോൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പം ഇന്ന് നല്ലൊരു പ്രത്യേകത വെച്ചാൽ ഇന്ന് തിരക്കില്ല. നമുക്ക് ഉസാറായി ഏറെ. അപ്പോൾ ഇന്ന് തിരക്കില്ലല്ലോ. തിരക്കില്ലാത്ത ദിവസം തിരക്കുണ്ടാകുന്നുണ്ട്. ഇത് നമ്മക്കായിട്ട് തിരക്കില്ലാതെ നിർത്തിയതാണ്. സാധാരണ ഇതിൽ കുറേ ആൾക്കാരൊക്കെ ഉള്ളൂ, 10-50 ആൾക്കാരൊക്കെ ഉള്ളൂ കേട്ടോ ഇതിൽ. പക്ഷെ ഇതിൽ കുറച്ച് ആൾക്കാരുള്ളൂ. പീക്കായിട്ട് പോകാൻ ഒരുങ്ങണ്. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് നല്ല രസമുണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മൾ പോകുന്ന സ്റ്റേഷനാണ് കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് നല്ല അടിപൊളി യാത്ര കേട്ടോ. നല്ല പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകാം. ഇങ്ങനെ പോയിട്ട് നമ്മൾ നേരെ വൈപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഈ സൈഡിലാണ് ഞാൻ സൈഡിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക്. വേറൊരു വാട്ടർ മെട്രോ കൂടിയും നമുക്ക് വരുന്നുണ്ട്. നല്ല സുഖം കേട്ടോ പോകാൻ, ഒന്നും പറയാനില്ല. ചെറിയൊരു ബോട്ടുണ്ട്, ചെറിയ കപ്പൽ ബോട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ നല്ല എനർജി കൂടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ വേറൊരു ബോട്ട് ചെറുതാണ്. അത് ചെറിയൊരു ബോട്ടാണ് ഇവിടെ ഉള്ളത്. ഇനി കപ്പലൊക്കെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ തന്നെ വേറൊരു വാട്ടർ മെട്രോ വരുന്നുണ്ട്. ഇത് നമ്മൾ പോകുന്നത് വൈപ്പിൻക്കാണ്. ഈ വാട്ടർ മെട്രോ പോകുന്നത് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിക്ക് പോകുന്ന വാട്ടർ മെട്രോ ആണ്. അപ്പോൾ 2 വെവ്വേറെ മെട്രോ ആണ്. ഇപ്പം
ആദ്യം വൈപ്പിനിക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, മെട്രോ ഉള്ളത്. വൈപ്പിന് വേറെ സ്ഥലത്തൊക്കെ ഉള്ളതിന് ഫോർട്ട് കൊച്ചിക്ക് ഡയറക്റ്റ് ഇല്ലായിരുന്നു. വൈപ്പിന് ഇറങ്ങിയിട്ട് വേണം ഫോർട്ട് കൊച്ചിക്ക് പോകാൻ. ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്താ വെച്ചാൽ നേരെ ഫോർട്ട് കൊച്ചിക്ക് ഇപ്പോൾ വാട്ടർ മെട്രോ ഉണ്ടെങ്കിലും വൈപ്പിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ജങ്കാള വേറെ ബോട്ടിൽ പോവുകയാണെങ്കിൽ നമുക്ക് 2 എക്സ്പീരിയൻസ് ആയല്ലോ. വാട്ടർ മെട്രോയിലും വേറെ സാധാ ബോട്ടിലും കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആയല്ലോ. അപ്പോൾ അതിനാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടാണ് ബോൾഗാട്ടി പാലസ് സ്ഥിതി ചെയ്യുന്നത്. അതായത് പല സിനിമകളൊക്കെ ഷൂട്ട് ചെയ്യുന്നൊരു പാലസാണ്. നമ്മളെ വെള്ളി നക്ഷത്രം ഫിലിമിലൊക്കെ ഉണ്ടല്ലോ ഒരു വീട്, അതൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ മരം കൊണ്ട് കാണുന്നില്ല, അതിൻ്റെ ഉള്ളിൽ ആ പാലസ് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ദൂരത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയേണ്ട അറിയില്ല. നല്ല വൈബുണ്ട്. നല്ല ഒരു വട്ടമെങ്കിലും നമ്മൾ വാട്ടർ മെട്രോയിൽ പോകണം. പിന്നെ വാട്ടർ മെട്രോയിൽ വലിയ റേറ്റ് ഒന്നുമില്ല. വൈപ്പിനിക്ക് 30 രൂപയുള്ളൂ. അതേമാതിരി ഫോർട്ട് കൊച്ചിക്കാണെങ്കിൽ 40 രൂപ ഉണ്ടാവുള്ളൂ. നമുക്ക് പോകുന്നതിൽ കപ്പലൊക്കെ കാണാൻ കഴിയും. അവിടെ കപ്പലൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ തോണികളുണ്ട്. നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. സൂം ചെയ്ത് കാണാം തോണി. പിന്നെ സൂം ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കപ്പലൊക്കെ കാണിച്ചെടുക്കാം. ഈ കാണുന്നത് കപ്പൽ. അതിൽ ഏതൊക്കെ കപ്പലെന്ന് അറിയില്ല. അങ്ങനെ പോകുന്ന ഇടയിൽ നമുക്ക് വല്ലാപ്പാറം ടെർമിനലൊക്കെ കാണാം. ഈ കാണുന്നതാണ് വല്ലാപ്പാറം ടെർമിനൽ. നിങ്ങൾക്ക് കറക്റ്റായി കാണുന്നില്ലേ? ഇവിടെയൊക്കെയാണ് കപ്പൽ, ചരക്ക് കപ്പലൊക്കെ നങ്കൂരിടുന്ന സ്ഥലമാണ് ഇവിടുന്ന്. അപ്പോൾ ഗെയ്സ് നമ്മളെ റൂട്ട് എത്തിയിട്ടുണ്ട്. വൈപ്പിന് എത്തിയിട്ടുണ്ടോ? ഇത് ഒരാളതല്ലേ? ആ, അപ്പോൾ നമ്മൾ വൈപ്പിന് മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇനി ജങ്കാറിൽ കയറിയിട്ട് നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അത് നമ്മൾ ടിക്കറ്റ് എടുക്കട്ടോ. അവിടെ തന്നെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ. ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. നമുക്കില്ല ജങ്കാർ എത്തിയിട്ടുണ്ടോ? അപ്പോൾ ഈ ജങ്കാറിലാണ് നമ്മളിനി പോണത്. അപ്പോൾ ഈ ജങ്കാർ വൈപ്പിന് മെട്രോ സ്റ്റേഷനൊക്കെ ഉണ്ട്. വൈപ്പിന് മെട്രോ സ്റ്റേഷൻ്റെ നേരെ എതിർവശം ഉണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇത് വേറെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഫോർട്ട് കൊച്ചിക്കാണ് ഇവിടെ നിന്ന് എടുക്കുന്നത്. ജങ്കാറിൽ കയറിയിട്ട് ജങ്കാറത്തുണ്ട്. വാഹനങ്ങളൊക്കെ ഇതിന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വാഹനങ്ങളൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ജങ്കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫോർട്ട് കൊച്ചി എത്തി. നല്ല വൈബിലൊരു സ്ഥലമാണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനൊക്കെ. ഇന്നോട് ഇവിടുന്ന് നമുക്ക് നേരെ മട്ടാഞ്ചേരിക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് ഇവിടുന്ന് പോകാൻ. അപ്പോൾ ഫോർട്ട് കൊച്ചി നല്ല അടിപൊളി സ്ഥലമാണ്. ജങ്കാറാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. പിന്നെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കണ്ടില്ല. നല്ല ഭംഗിയുള്ളൊരു മരം, അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു വീട്. ഈ വീട് ഏതൊന്നും എനിക്കറിയില്ല. അറിയണവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ജൂതത്തെരുവിലേക്കാണ്. ഓട്ടോ പോകേണ്ടവർക്ക് അങ്ങനെ പോവാം, ബസ്സിൽ പോകേണ്ടവർക്ക് അങ്ങനെയും പോകട്ടോ. കുറച്ച് ദൂരമുണ്ട്. 5-6-7 കിലോമീറ്ററൊക്കെ ഉണ്ടാവും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് നേരെ പിന്നെ ജൂതത്തെരുവിലേക്ക്. അപ്പം ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒന്നുകൂടി ഈവനിങ് പോകാൻ വിചാരിച്ചു. അപ്പം നേരെ ഇവിടേക്ക് ജൂതത്തെരുവിലേക്ക് വന്നിട്ട് ഇവിടെയൊക്കെ ഒന്ന് കണ്ട് നമുക്ക് പോകാമല്ലോ. ഇവിടെ എങ്ങനെ കണ്ട് നോക്കിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ജൂതത്തെരുവിൻ്റെ ദൃശ്യങ്ങൾ. ഇവിടെ കുറേ വിദേശികളൊക്കെ വരലുണ്ട്. കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഇവിടെ കണ്ടില്ല. എല്ലാവർക്കും ചിലപ്പോൾ ഒരേ മോഡലാവില്ലല്ലോ. ഇത് വിദേശികൾക്ക് ചിലപ്പം വെറുതെ ഇൻട്രസ്റ്റ് കൂടിയിട്ട് വാങ്ങണ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. വെറുതെ നമുക്ക് കാണാം ജൂതത്തെരുവ്. അപ്പോൾ നിങ്ങൾ നേരെ കാണില്ല, കാണുന്നതാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി. ഇത് പോണ വഴിക്ക് നമുക്കൊരു പോലീസ് മ്യൂസിയം കാണാം. അതായത് പണ്ട് പോലീസുകാർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അവരെ യൂണിഫോം അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലൊന്ന് കയറി നോക്കാം. പണ്ട് കാലത്ത് പോലീസുകാർ ഇതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവരെ യൂണിഫോം കണ്ടില്ലേ, അതായത് പണ്ടത്തെ യൂണിഫോം ഇതൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ അതേപോലെ അവരെ പല ഐറ്റംസ് സംഭവങ്ങളും ഇതിൽ കാണാൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് കണ്ടപ്പം. വളരെ അത്ഭുതമായി. കാരണം പണ്ടത്തെ ഓരോ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ മ്യൂസിയത്തിൽ. അപ്പോൾ അവിടെ ടൈമില്ലവർ ഇവിടെ ഒന്ന് കയറി നോക്കുക. പല കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഒരു മ്യൂസിയം ആയിട്ട് തന്നെ ഉണ്ട്. ഇപ്പം ഇനി ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇവിടെ വന്നിട്ട് കാണാം. പിന്നെ അവരെ സ്റ്റാർ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ നല്ലൊരു മ്യൂസിയമാണിത്. അങ്ങനെ പോലീസിൻ്റെ പല ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ മ്യൂസിയമൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജൂതപ്പള്ളിയിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ജൂതപ്പള്ളിയൊക്കെ കണ്ട് നേരെ ഇവിടെ ഒരു കൊട്ടാരമുണ്ട്, അത് കാണാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് ഇതിലൂടെ നടക്കണമെങ്കിലൊക്കെ ഒന്ന് സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നൊന്ന് കാണണമെങ്കിൽ അങ്ങനെ കാണും ചെയ്യാം.
ഈ ജൂതത്തെരുവിലേക്ക് ഡെയിലി എത്രയോ ടൂറിസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ ഡെയിലി കണ്ടോ ബസ്സിൽ കാറിലൊക്കെ ഇവിടെ കാണാൻ വരുന്നുണ്ട്. സംഭവം വലിയ അടിപൊളി സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു കൊട്ടാരമുണ്ട്, മട്ടാഞ്ചേരി കൊട്ടാരമുണ്ട്. അത് കാണാനായിട്ടാണ് ആൾക്കാർ അധികവും വരുന്നത്. അപ്പോൾ നമ്മൾ എത്തിയപ്പോൾ അധികവും ഇവിടെ വിദേശികളാണ്. ഇപ്പോൾ കാര്യമായിട്ട് ഇവിടെ ഡച്ചുകാരത് അതേപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ ഓരോ പിന്നെ മുൻകഴിഞ്ഞ ഓരോ ചരിത്രങ്ങളും സ്മാരകങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയും മട്ടാഞ്ചേരിയിൽ. പിന്നെ അന്ന് കൊച്ചി രാജാവും ഫാമിലിയൊക്കെ ഉപയോഗിച്ച കുറേ കാര്യങ്ങളും കാണാം. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ ഫോർട്ട് കൊച്ചിക്കാണ് വന്നത്. ഫോർട്ട് കൊച്ചിക്ക് നമ്മൾ ഓട്ടോ വിളിച്ച് പോന്നാൽ മതി കേട്ടോ, മട്ടാഞ്ചേരിയിൽ നിന്ന്. അല്ലെങ്കിൽ ബസ്സിൽ നമുക്ക് പോരും ചെയ്യാം. മട്ടാഞ്ചേരിയിൽ നിന്ന് നേരെ ഫോർട്ട് കൊച്ചിക്ക് ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ വരണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബിഗ്ബിയൊക്കെ ഷൂട്ട് ചെയ്ത വാസ്കോ ഹൗസ് കാണാം. അതായത് വാസ്കോ അടങ്ങുമ്പോൾ പണ്ട് ഇവിടെയാണ് താമസിച്ചിരുന്നതാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് വാസ്കോ ഹൗസ് എന്നൊരു പേര് വന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. ഇവിടെ നിന്നല്ല, ഈ ഏരിയയിൽ പല സ്ഥലങ്ങളിലും നല്ല ഷൂട്ടിങ്ങൊക്കെ നടക്കണം. നല്ലൊരു അടിപൊളി പ്ലേസാണ് ഇവിടെ. അങ്ങനെ അതാ നമ്മളിപ്പം ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീരത്തിലൂടെ സൈഡിലൂടെ അങ്ങനെ നടക്കുകയാണ്. അത് നല്ലൊരു വൈബാണ്, അടിപൊളി. ഇങ്ങനെ നടന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങി കഴിച്ച് അങ്ങനെ നടക്കാം. നല്ല രസമുള്ള സ്ഥലം കൂടിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഇതേപോലെ ഫോർട്ട് കൊച്ചിക്ക് എത്തുമ്പോൾ ഈവനിങ് എത്താൻ ഒന്നുകൂടി നല്ല കാറ്റ്, നല്ല ഇരിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ ഫോട്ടോക്ക് വീഡിയോസൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു അനുഭവം തന്നെയാണ് ലഭിക്കുന്നത്. ആ കാണുന്നതാണ് ചീനവല. ഈ ചീനവല അടിക്ക് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിക്ക് ഇറക്കി വെച്ചിട്ട് അതിൽ മീൻ വരുമ്പോൾ ആ വല ഇങ്ങനെ പൊക്കുമ്പോൾ അതിൽ മീനുണ്ടാവും. അപ്പം അതിൽ നിന്ന് മീൻ പിടിക്കുന്നവരുണ്ട്, അങ്ങനെ അവിടുന്ന് വാങ്ങുന്നവരുണ്ട്. ഇത് പണ്ട് ചൈനക്കാർ കണ്ടുപിടിച്ചൊരു വലയാണ്, അതുകൊണ്ടാണ് ചീനവല എന്ന് പറയുന്നത്. അതിപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് ഫോർട്ട് കൊച്ചി വന്നാൽ കാണാം. അതിൻ്റെ അടുത്ത് തന്നെയാണ് നെഹ്റു പാർക്ക് ഉള്ളത്. അതായത് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നെഹ്റു പാർക്കാണത്. ഇവിടെ നമുക്ക് കുറച്ച് നേരം വിശ്രമിക്കാം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് നേരെ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വാട്ടർ മെട്രോ ഉണ്ട്, ഹൈക്കോർട്ടിലേക്കാണുള്ളത്. നമ്മൾ ആദ്യം വന്നില്ലേ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ, അങ്ങോട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് നമുക്ക് നേരെ പോവാം. ഇവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ വാട്ടർ മെട്രോ കയറിയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ വേറെ പ്രത്യേകത, ഈവനിങ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഈ ടൈമിൽ. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ തീരെ തിരക്കില്ലായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൊച്ചി വാട്ടർ മെട്രോ കയറുമ്പോൾ തിരക്കാണെങ്കിൽ, തിരക്കിലെ ടൈമിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ട് നമ്മൾ സീറ്റ് പിടിക്കണം. സീറ്റ് പിടിക്കൽ ടിക്കറ്റ് എടുത്തിട്ട് വരി നിൽക്കണം കേട്ടോ, ക്യൂ നിൽക്കണം. അപ്പോൾ അത് ആരും മറക്കണ്ട. അപ്പോൾ ഹൈക്കോർട്ടിലേക്ക് പോകാതെ വാട്ടർ മെട്രോ വരാൻ ക്യൂ നിൽക്കുകയാണ്, വരി നിൽക്കുകയാണ്. അതിൻ്റെ അടിയിൽ നമുക്ക് ചീനവലയൊക്കെ കണ്ട് വെറുതെ ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് നിൽക്കാം. നല്ല ഭംഗിയുള്ളൊരു ഏരിയയും കൂടിയാണ് ഇവിടെ. അപ്പോൾ ആ കാണുന്നതാണ് ചീനവല. ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതിൽ മീൻ കൊടുങ്ങുമ്പോൾ അവർ അത് പൊന്തിക്കുമ്പോൾ നമുക്ക് പിന്നെ വാങ്ങണമെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. അതിനാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. അവിടെ കുറച്ചൊക്കെ മീൻ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം. അപ്പോൾ കണ്ടില്ലേ തിരക്ക്, കണ്ടില്ലേ നിങ്ങൾ വാട്ടർ മെട്രോൻ്റെ ക്യൂ നിൽക്കുന്ന തിരക്ക് നിങ്ങൾ കണ്ടില്ലേ ഈ കാണിച്ചു തന്നത്. അപ്പം ചീനവലൻ്റെ സൗന്ദര്യമൊക്കെ നോക്കിയിട്ട് കുറച്ചിങ്ങനെ ആസ്വദിച്ചിട്ട് കാറ്റും കൊണ്ട് നമുക്ക് നിൽക്കുന്ന ടൈമിൽ ആകുമ്പോഴത്തേക്ക് മെട്രോ വരുന്നതാണ്. അങ്ങനെ ഇപ്പം തിരിച്ചു പോകാതെ മെട്രോയിൽ കയറിയിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോൾ നമുക്ക് നല്ലൊരു വൈബും കൂടിയാണ് ഈ വാട്ടർ മെട്രോയിൽ ലഭിക്കുന്നത്. അതായത് നമുക്ക് സൗന്ദര്യമൊക്കെ, പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാനൊരു അവസരം കൂടിയുണ്ട്. അപ്പോൾ കൊച്ചിക്ക് വരുന്നവർ എന്തായാലും വാട്ടർ മെട്രോയിൽ കയറണം. കാരണം ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോയാണ്. അത് നമ്മൾ കേരളത്തിലാണ് വന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് ആസ്വദിക്കണം. AC വർക്ക് ചെയ്യണതുകൊണ്ട് തണുപ്പാണ്, ഒരിക്കലും നമുക്ക് ചൂട് അനുഭവപ്പെടില്ല. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഇത് AC ഇട്ടിട്ട് നല്ല തണുപ്പാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നല്ല കൂളായി തന്നെ നമുക്ക് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകാം. പിന്നെ നമ്മൾ ഇവിടെ ബുൽഗാട്ടി പാലസിൻ്റെ അടുത്ത് പിന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വാട്ടർ മെട്രോ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയൊരു അനുഭവമൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് ഫീൽ ചെയ്യണത്. നല്ല ഭംഗിയുണ്ട് കണ്ടോ, വാട്ടർ മെട്രോ വരുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ എവിടെയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? മറൈൻ ഡ്രൈവിൻ്റെ ഒരു അറ്റത്താണ് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ നേരെ ഇറങ്ങി വരുന്നത് തന്നെ മറൈൻ ഡ്രൈവിലേക്കാണ്. അപ്പോൾ മറൈൻ ഡ്രൈവിലൂടെ ഈ സൈഡിലൂടെ നമുക്ക് നടന്ന് പോകാൻ അത് വേറെ വൈബാണ്. അതിൻ്റെ അടിയിൽ നമുക്ക് കുറേ പ്രൈവറ്റ് ബോട്ടുകളും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ വൈകുന്നേരങ്ങളിൽ മറൈൻ ഡ്രൈവിലൂടെ നടക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ മറൈൻ ഡ്രൈവിലൂടെയൊക്കെ ഒന്ന് വൈകുന്നേരം നടന്ന് നോക്കുക. ഇപ്പോൾ നമ്മളെ റൂട്ടൊക്കെ നമ്മളെ പ്ലാനൊക്കെ കഴിഞ്ഞ് മറൈൻ ഡ്രൈവിൽ എത്തുന്ന ടൈം വൈകുന്നേരം ആയിരിക്കും. അപ്പോൾ നല്ലൊരു വൈബിൽ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അവിടെ ആസ്വദിക്കാം. പിന്നെ മറൈൻ ഡ്രൈവിൽ ചുറ്റിക്കറങ്ങിയ ശേഷം നേരെ നമ്മൾ പോയത് എറണാകുളത്ത് ഫേമസ് ആയൊരു കോളേജ് ഉണ്ട്, മഹാരാജാസ് കോളേജ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറിയിട്ട് വരാം. അപ്പം
മറൈൻ ഡ്രൈവിൽ വരുന്ന ആൾക്കാരൊക്കെ മഹാരാജാസ് കോളേജിൻ്റെ ഉള്ളൊന്ന് കണ്ടിട്ട് സന്ദർശിച്ച് പോവുക. അതിനുശേഷം മഹാരാജാസ് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് സുഭാഷ് പാർക്ക് ഉണ്ട്. അപ്പോൾ അതിലേക്കും എന്തായാലും ഒന്ന് കയറണം. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിന് മുമ്പിലുള്ള സുഭാഷ് പാർക്കിലാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈവനിങ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് വരാം കേട്ടോ. നല്ല രസമാണ്. ഫ്രീ ടൈം ചിലവഴിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കായലൊക്കെ കാണാം, കടലിൻ്റെ വക്ക കാണാം, കപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ വെറൈറ്റി ഫീൽ തന്നെ നമുക്ക് അനുഭവപ്പെട്ടത്. നല്ല അടിപൊളി ഇരിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല സൗന്ദര്യമൊക്കെയാണ് നമുക്ക് ആസ്വദിക്കുക. കായലൊക്കെ കാണാം. കായൽ അതേപോലെ തന്നെ മറൈൻ ഡ്രൈവിൻ്റെ കടലും കായലൊക്കെ കൂടി ചേരുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ. നല്ലൊരു വൈബാണ്. പിന്നെ അതേപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റിയൊരു ഏരിയയും കൂടിയാണ് കേട്ടോ ഇവിടെ. ഇനി നമ്മൾ അടുത്തത് പോവേണ്ടത് നമ്മുടെ ഡെസ്റ്റിനേഷന് ലുലു മാളാണ്. അപ്പം ഇവിടെ അടുത്ത് തന്നെയാണ് മഹാരാജ മെട്രോ സ്റ്റേഷന്. അപ്പോൾ മഹാരാജ മെട്രോ സ്റ്റേഷനിൽ നേരെ ലുലു മാൾക്ക് പോവാം. മഹാരാജാസ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലുലു മാൾക്ക് 30 രൂപയാണ്. അങ്ങനെ നമുക്ക് ലുലു മാൾക്ക് പോകേണ്ട മെട്രോ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് മെട്രോയിലൊക്കെ കയറുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഭയങ്കര രസം തന്നെയാണ് കേട്ടോ ഈ മെട്രോയിൽ പോവുക. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോ പോയില്ല, അത് വേറൊരു വൈബ് തന്നെയാണ്. അതേപോലെ ഈ മെട്രോയിൽ പോകുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വേറൊരു ഇൻട്രസ്റ്റാണ്. നമ്മൾ ദുബായിലോ അതേമാതിരി ഡൽഹി ഇതൊക്കെ മെട്രോയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം ഈ തീരെ കയറാത്തവർക്ക് അതിലേറെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിക്കോ. നല്ല രസമാണ്. അപ്പോൾ നമ്മൾ മെട്രോയിൽ പോവുകയാണ്. ഹായ് ഗൈസ്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലാണ്. അതായത് ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് എടപ്പള്ളിയിലാണ്. അപ്പോൾ നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. മെട്രോ പോയി. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ മെട്രോ സ്റ്റേഷനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ലുലുമാൾ. അത് കാണില്ലേ ലുലുമാൾ? ഇത് ശരിക്കും ഞങ്ങൾ കാണിച്ചു തരാം. ഇതാക്കണേ ലുലുമാൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ അടിയിലേക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഓക്കെ. അപ്പം മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് അടിച്ചിട്ട് നേരെ മെട്രോ സ്റ്റേഷനിൽ തന്നെ ലുലുമാൾക്കൊരു ബ്രിഡ്ജ് ഉണ്ട്, അതിലൂടെ പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ലുലുമാൾക്കുള്ള ബ്രിഡ്ജ്. നല്ലൊരു ഭംഗിയുണ്ട്. ഒരു മെട്രോൻ്റെ ഉള്ളിലൂടെ പോകണ പോലെ തന്നെ നമുക്കിത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ലുലുമാൾക്ക് പോകാൻ എൻട്രൻസ് ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലുലുമാൾ പോയേക്കാം. അങ്ങനെ നമ്മൾ ലുലുമാൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. അതിനെ ഇവിടേക്ക് ചുറ്റിക്കറങ്ങുക. 2-3 മണിക്കൂറൊക്കെ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യുക. നമുക്ക് ടൈമിനനുസരിച്ച് എത്ര വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഒരു 9 മണി വരെ, രാത്രി 9 മണി വരെ, 10 മണി വരെ, എത്ര നമ്മൾ ടൈമിനനുസരിച്ച് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് നേരെ ഈ മെട്രോ സ്റ്റേഷൻ തന്നെ റിട്ടേൺ അടിക്കാം. ഏത് സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകേണ്ടതെങ്കിൽ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് നമുക്ക് ടിക്കറ്റ് എടുത്ത് പോയാൽ മതി. റെയിൽവേ സ്റ്റേഷനിലെത്തും ട്രെയിൻ കയറി പോയി എങ്ങനെയാണ് നിങ്ങൾ വാഹനത്തിലാണ് വന്നിട്ടുണ്ടെങ്കിൽ വാഹനത്തിൽ കയറി പോയി അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ലുലു മാളിലാണ്. അപ്പം ലുലു മാളിലത്തെ വിശേഷങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓവറായി കാണിച്ചാൽ നിങ്ങൾക്ക് രസം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാത്രം കാണിച്ചു തരാം. ഇനി നമുക്ക് ഹൈപ്പർ മാർക്കറ്റിൽ കയറുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഫിഷ് ഷോപ്പ് ഒന്ന് കാണാം. എല്ലാ സാൽമൺ ഫിഷ് അടക്കം എല്ലാ ഐറ്റംസ് ഫിഷും ഉണ്ട്. പിന്നെ അതേമാതിരി ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട് അതിൽ. ഞാനിപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയില്ല, കുറച്ച് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പലവിധ പലഹാരങ്ങളും അതേപോലെ തന്നെ പായസം, പായസത്തിൻ്റെ പല ഐറ്റംസ് ഉണ്ട്. പിന്നെ സാദാ പായസം, അങ്ങനെ വെറൈറ്റി പായസമൊക്കെ നമുക്ക് ഇവിടെ കാണാം. പിന്നെ ചിക്കൻ്റെ പല ഐറ്റംസും ഉണ്ട്. അൽഫാം, ഷവായി, അതേപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ, അങ്ങനെ നീളുന്നു ചിക്കൻ വെറൈറ്റീസ്. പിന്നെ ബീഫ് ഐറ്റംസ് ഉണ്ട്. അതേപോലെ തന്നെ ഫിഷ് ഐറ്റംസും വേറെ ഉണ്ട് കേട്ടോ. പിന്നെ അതേമാതിരി ബിരിയാണി തന്നെ പലതരം ബിരിയാണീൻ്റെ ഇവിടെ ഉണ്ട്. തലശ്ശേരി കേരള ബിരിയാണി മുതൽ ഹൈദരാബാദ് ബിരിയാണി വരെ അങ്ങനെ നീളുന്നു ബിരിയാണി ഐറ്റംസ്. നമ്മൾ ഗീ റൈസ്, ഫ്രൈ റൈസ്, മന്തി റൈസ്, അങ്ങനെ ഐറ്റംസ് റൈസുകളും പലവിധ റൈസുകളും ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ലുലുമാളിൻ്റെ പുറത്തിറങ്ങി നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ലുലുമാൾക്ക് നോക്കുമ്പോൾ രാത്രി വിഷൻസാണ് ഈ കാണുന്നത്. റോഡരികിലൂടെയൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാം. അതാണ് രാത്രി. അപ്പം നമ്മൾ റിട്ടേൺ പോവുകയാണെങ്കിൽ ഈ എടപ്പള്ളി മെട്രോ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഏതാ സ്ഥലത്തേക്ക് പോകേണ്ടത് വെച്ചാൽ അങ്ങോട്ട് റിട്ടേൺ പോവാം. അപ്പോൾ ഗുഡ് ബൈ കൊച്ചിനോട് യാത്ര പറഞ്ഞ് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. താങ്ക് യു.